എളുപ്പത്തിൽ വയറ് കുറയ്ക്കാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ ഒരു സ്പെഷ്യൽ ഡ്രിങ്ക്. പലരും നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അമിതവണ്ണവും കുടവയറുമൊക്കെ. ഇത് എളുപ്പത്തിൽ മാറ്റാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയുന്ന ഈ പാനീയം സഹായിക്കും. എൻ്റെ 8 കിലോ വരെ കുറയ്ക്കാൻ സഹായിച്ച ഒരു നല്ലൊരു ഡ്രിങ്ക് കൂടിയാണ്. ഈ ഡ്രിങ്ക് കുടിക്കുന്നത് മാത്രമല്ല, ഭക്ഷണ നിയന്ത്രണം കൊണ്ട് നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ഇതിൻ്റെ തെളിവിനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. എനിക്ക് ആദ്യം ഞാൻ ഡയറ്റ് ചെയ്യുന്നതിന് മുന്നേ 75 കിലോ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. പിന്നീട് എടുത്ത വീഡിയോ ആണ് 70 കിലോ. അതിനുശേഷം ഞാൻ ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് 67. ഇത് ഫോണിൻ്റെ വെയിറ്റും കൂടെ ആയതുകൊണ്ട് 67.95 ഉണ്ട്. 67.45 ആയിരുന്നു എൻ്റെ രാവിലത്തെ വെയിറ്റ്. എന്നിട്ട് രാവിലത്തെ എൻ്റെ ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. രാവിലത്തെ വെറും വയറ്റിൽ തന്നെ നമ്മളിത് കുടിക്കേണ്ട ഒരു ഡ്രിങ്കാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് വെള്ളം ഞാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. രാവിലെ ആഹാരം കഴിക്കുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഇഞ്ചി. അമിതമായ വിശപ്പില്ലാതാക്കാനും കലോറി എരിച്ച് കളയാനും ഇഞ്ചിക്ക് കഴിയും. കലോറി ഉപഭോഗം കുറച്ചുകൊണ്ട് തന്നെ കൂടുതൽ വിശപ്പ് അനുഭവപ്പെടാതിരിക്കാൻ ഇഞ്ചിയൊക്കെ നല്ലൊരു മികച്ചതാണ്. ഇതിലേക്ക് ചെറിയൊരു പീസ് കറുവപ്പട്ടയും ചെറിയൊരു ഗ്രാമ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം, ഇഞ്ചി, കറുവപ്പട്ട, ഗ്രാമ്പു ഇതെല്ലാമാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റും കൂടി ഇത് അടച്ച് വെച്ച് കൊടുക്കേണ്ടതാണ്. ഒരു 1/4 ഭാഗം വെള്ളം വരെ ഒന്ന് വറ്റി കൊടുക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്കിത്. ഇതിൻ്റെ അകത്ത് ഇഞ്ചിയുടെയും കറുവപ്പട്ട, ഗ്രാമ്പൂ, ജീരകം ഇതിൻ്റെ എല്ലാം ആ ഒരു സത്തൊക്കെ ഇറങ്ങി ആ ഒരു വെള്ളത്തിന് അതിൻ്റെ ഫ്ലേവറൊക്കെ കിട്ടണം. അതിനുവേണ്ടി 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാവുന്നതാണ്. അമിതവണ്ണവും കുടവയറുമൊക്കെ പലരെ അലട്ടുന്ന പ്രശ്നങ്ങളാണ്. ദിവസവും വ്യായാമം, ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചിട്ടും പലർക്കും കുടവയറ് കുറയാറില്ല. പ്രമേഹവും ഹൃദ്രോഗവും പോലുള്ള പല അസുഖങ്ങളിൽ നിന്ന് രക്ഷ നേടാനും അമിതവണ്ണം കുറയ്ക്കുന്നതിലൂടെയൊക്കെ നമുക്ക് ഈ ഡ്രിങ്ക് കഴിയും. അമിതമായിട്ടുള്ള ഈ ഭക്ഷണ നിയന്ത്രണം വരെ നമുക്ക് മാക്സിമം കുറയ്ക്കേണ്ടതാണ്. ജങ്ക് ഫുഡുകളാണ് പലരുടെ അമിതവണ്ണത്തിൻ്റെ പ്രധാന കാരണം. നമ്മൾ പ്രധാനമായിട്ട് പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാൻ നോക്കരുത്. പകരം ഭക്ഷണക്രമത്തിൽ കൃത്യമായ നിയന്ത്രണം കൊണ്ടുവന്നാൽ മതി. അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരാഴ്ച കൊണ്ട് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്ക് കൂടി ആണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. അങ്ങനെ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനകത്ത് 2 ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിന് നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൈവച്ച് തന്നെ ഒരു പിഞ്ച് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതിനോടൊപ്പം തന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിട്ടതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നാരങ്ങയും കൂടി നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. പകുതി ഒന്നും ആവശ്യമില്ല. ഞാനൊരു 1/4 ടീസ്പൂൺ, അതായത് ഒരു നാരങ്ങയുടെ ഒരു 1/4 ഭാഗം മാത്രമേ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ മധുരത്തിന് വേണമെങ്കിൽ നമുക്ക് ഹണിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഹണി ഉപയോഗിക്കാറില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് കുടിക്കാറുള്ളത്. പിന്നെ നാരങ്ങ ഓവറായിട്ട് ഉപയോഗിക്കരുത്. അസിഡിറ്റി പ്രശ്നമുള്ളവർക്ക് അതൊരു പ്രശ്നമായിത്തീരും. അതുകൊണ്ട് നാരങ്ങ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ഈ ഒരു ഡ്രിങ്ക് രാവിലെ എന്നും ആഹാരത്തിന് 1 മണിക്കൂർ മുന്നെങ്കിലും കുടിക്കുന്നത് നമുക്ക് അമിതവണ്ണമൊക്കെ കുറയാനും വിശപ്പ് അകറ്റാനും ഒക്കെ നമ്മളെ സഹായിക്കും. മാക്സിമം നിങ്ങൾ ആഹാരം കൺട്രോൾ ചെയ്യുകയും വ്യായാമം കൂടി ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം ഇതിനോടൊപ്പം തന്നെ. അന്നേരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു, ബൈ.